എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവരെ ബന്ധപ്പെട്ട 1-2 വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ചെറിയൊരു വിലയിരുത്തലും അതുപോലെ ഒരു പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത് അടുത്ത ദിവസങ്ങളിലൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പം നിലവിൽ വലിയ രീതിയിൽ വിവാദമായിട്ടുള്ളൊരു സംഭവം, അതിനുവേണ്ടി സംസാരിക്കുകയാണ് നമ്മൾ വന്നത്. മുൻപ് ഹരിയാന തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഈ ഹരിയാന തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടും അട്ടിമറി നടന്നിട്ടുണ്ടെന്നുള്ളതും, തുടക്കത്തിൽ നല്ല രീതിയിൽ ലീഡുണ്ടായിരുന്ന കോൺഗ്രസിന് പിന്നീട് പെട്ടെന്ന് ലീഡ് നഷ്ടപ്പെടുകയും പല മണ്ഡലങ്ങളിലും വളരെ ചുരുങ്ങി 500-ൽ താഴെ മാത്രം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ BJP ജയിച്ചു കയറി എന്നതും, ഇതൊക്കെ നമ്മൾ അന്ന് സംസാരിച്ച കാര്യമാണ്. അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളും എല്ലാം നമ്മളന്ന് സംസാരിച്ചാണ്. ആ വീഡിയോ ഇതിലുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളതല്ല പറയുന്നത്. അതുപോലെ തന്നെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി നടന്നിട്ടുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് ഞാൻ ചുമ്മാ വന്ന് പറയുന്നതല്ല. നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് കണക്കുകൾ സഹിതം, തെളിവുകൾ സഹിതം, അല്ലെങ്കിൽ കൃത്യമായ നിരീക്ഷണങ്ങൾ സഹിതം ഇത് പുറത്തുവിട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടുകൾ വഴിയും അല്ലാതെയും വാർത്താക്കുറിപ്പായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, ലേഖനമായിട്ടൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ദേശീയ മാധ്യമങ്ങൾ പൊതുവെ ഇത്തരം കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാറില്ല. നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ മുൻപ്, പ്രത്യേകിച്ച് അർണബ് ഗോസ്വാമിനെ പോലുള്ള ആളുകളൊക്കെ കോൺഗ്രസിന് തുർക്കിയിൽ ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വലിയ രീതിയിൽ വിവാദമാക്കി. പിന്നീട് അതല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അർണബ് ഗോസ്വാമി മാപ്പ് പറയുന്ന സ്ഥിതി വരെ ഉണ്ടായി. അപ്പോൾ പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് ഒരു 10-ൽ 2 പേരെങ്കിലും ഇത് വിശ്വസിക്കും. അത് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് കാലങ്ങളായിട്ട് നടന്നു വരുന്നത്. ഈ ഗോദി മീഡിയ, മോദി വിലക്ക് വാങ്ങിയ ദേശീയ മാധ്യമങ്ങൾ ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തുന്നത് മൂലം മോദിക്ക് അധികാരം നിലനിർത്താനും മോദിയുടെ അടിമകളായി നിലനിൽക്കുന്നത് കൊണ്ട് മോദിയുടെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ മറികടക്കാനൊക്കെ ഈ മാധ്യമങ്ങളെ ഹെൽപ്പ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം കൊടുത്തിട്ടില്ല, അവർ റിപ്പോർട്ട് ചെയ്യില്ല. ഇപ്പം നിലവിൽ ഇത് വന്നത് തന്നെ മീഡിയ വണ്ണിലാണ് വന്നത്. മറ്റുള്ള മാധ്യമങ്ങൾ വന്നിട്ടുണ്ടോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. മീഡിയ വണ്ണിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇതിൽ ഈ രാഹുൽ ഗാന്ധി ഇതിൽ കൃത്യമായിട്ട് പറയുന്നത്, ഇവർ ഈ അട്ടിമറി നടത്താൻ 5 കാര്യങ്ങളാണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ 5 തരത്തിലാണ് ഈ അട്ടിമറി നടന്നത്. അതായത് ഇവരാദ്യം ചെയ്തത് ഇലക്ഷൻ കമ്മീഷനെ മാറ്റുക എന്നുള്ളതാണ്. 2023 ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കുമെന്ന നിയമം എന്ത് ചെയ്തു? ഭേദഗതി വരുത്തി. അപ്പോൾ ആദ്യം ഇതിനു മുമ്പ് 2023 മുമ്പ് ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഭരണപക്ഷത്തു നിന്നൊരാൾ, പ്രതിപക്ഷത്തു നിന്നൊരാൾ. സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിലെ ഏറ്റവും മുതിർന്ന ആള് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പിന്നെ 3ാമത്തെ ആള് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പൊ ഇതിലുള്ള ഒരു ടാലി എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തു നിന്നൊരാൾ, പ്രതിപക്ഷത്തു നിന്നൊരാൾ, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിനെ ഇരുപക്ഷവും ചേരാത്ത രീതിയിൽ നിഷ്പക്ഷമായി തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ നിഷ്പക്ഷമായി അഭിപ്രായം പറയുന്ന ഒരാൾ. അങ്ങനെ 3 പേരായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഇപ്പം എന്ത് ചെയ്ത്? പുതിയ നിയമം ഭേദഗതി ചെയ്ത പ്രകാരം ഭരണപക്ഷത്തു നിന്ന് 2 ആള്, പ്രതിപക്ഷത്തു നിന്ന് 1 ആള്. അപ്പം ഭരണപക്ഷത്തു നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും, പ്രതിപക്ഷത്തു നിന്ന് പ്രതിപക്ഷ നേതാവ്. അപ്പൊ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള ഈ സമിതിയിൽ ഭരണപക്ഷത്തു നിന്ന് 2 പേര് വന്ന സമയത്ത് ഭൂരിപക്ഷം ഭരണപക്ഷത്തിന്റെ തീരുമാനത്തിന് അതീതമായി മാറി. അപ്പൊ എന്തായി? ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി ഒരാളെ നിശ്ചയിച്ചാൽ പോലും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരാളെ നിർദ്ദേശിച്ചാൽ പോലും അതിൽ ഒരു ഒബ്ജക്ഷൻ പോലും പറയാം, അല്ലെങ്കിൽ അതിലൊരു തീരുമാനം പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഭൂരിപക്ഷം ഭരണപക്ഷത്തിന് വന്നു. അതോടുകൂടിയിട്ട് എന്തായി? ആ കാര്യം തീരുമാനമാക്കി. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, BJPന്റെ ഇഷ്ടപ്പെട്ട ആളുകളെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്ന രീതിയിൽ ഇലക്ഷനിൽ പല കൃത്രിമങ്ങളും പല കാര്യങ്ങളും നടത്താൻ പറ്റി. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് കൃത്യമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഈ ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിച്ചിട്ട് ഭരണപക്ഷമായിട്ടുള്ള BJPയും NDAയും ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു സൈഡിൽ പല ഡിസ്കഷനും നടന്നെങ്കിലും പിന്നീട് അതിന്റെ ഡിസ്കഷനോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ മഹാരാഷ്ട്രന്റെ കാര്യത്തിലേക്ക് വരാം. അപ്പൊ ആദ്യം ഇവർ ചെയ്തത് ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കാനുള്ള സമിതിയെ
ഭരണപക്ഷത്തിന് അനുകൂലമായ രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ആണ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം ഇവർ ചെയ്തത് വോട്ടർ രജിസ്റ്റർ പെരുപ്പിക്കുക. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 2019 ലോക്സഭാ ഇലക്ഷനിൽ വെറും 8,98,00,000 മഹാരാഷ്ട്ര സംസ്ഥാനത്ത് വോട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ എണ്ണം. അതായത് പ്രായപൂർത്തിയായവരെ വോട്ട് ചേർത്തിയ ആളുകളുടെ എണ്ണം. അതെന്ത് ചെയ്ത് 5 വർഷത്തിന് ശേഷം 2024 ലോക്സഭാ ഇലക്ഷനിൽ 9,29,00,000 മാറി. അത് സ്വാഭാവികമായിട്ടുള്ളൊരു വർധനവ്, അല്ലാണ്ട് വലിയ രീതിയിലുള്ള വർധനവോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം 5 വർഷത്തിന്റെ ഇടയ്ക്ക് ഏകദേശം 50 ലക്ഷത്തിന്റെ അടുത്തുള്ള വർധനവ്, 41 ലക്ഷം പേരുടെ വർധനവാണ് ഉണ്ടായത് കൃത്യമായി പറഞ്ഞാൽ. പക്ഷെ പിന്നെന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ 2023 പുതുക്കിയ വോട്ടർ പട്ടിക, 2024 പുതുക്കിയ വോട്ടർ പട്ടിക, 2024 ലോക്സഭാ ഇലക്ഷനിൽ പുതുക്കിയ വോട്ടർ പട്ടിക 2025 നിയമസഭാ ഇലക്ഷന് മുമ്പ് വീണ്ടും പുതുക്കി. അതായത് 2024 മെയ്യിലാണ് ലോക്സഭാ ഇലക്ഷൻ, 2024 നവംബറിലാണ് നിയമസഭാ ഇലക്ഷൻ. അപ്പം വെറും 5 മാസം കൊണ്ട് വോട്ടർ പട്ടികയിൽ ഒറ്റയടിക്ക് 9,29,00,000 നിന്ന് 9,70,00,000, അതായത് 41 ലക്ഷത്തിന്റെ വലിയ വർധന വെറും 5 മാസം കൊണ്ട് വോട്ടർ പട്ടികയിൽ സംഭവിച്ചു. അതായത് 5 വർഷം കൊണ്ട് 2019 മുതൽ 2024 വരെയുള്ള 5 വർഷം കൊണ്ട് വെറും 30 ലക്ഷത്തിന്റെ അടുത്താണ് വർധനവ് ഉണ്ടായതെങ്കിൽ 32 ലക്ഷമാണ് കൃത്യമായിട്ട്. 5 വർഷം കൊണ്ട് 32 ലക്ഷത്തിന്റെ വർധനവാണ് ഉണ്ടായതെങ്കിൽ പിന്നീടുള്ള 5 മാസം കൊണ്ട്, വെറും 5 മാസം കൊണ്ട് 41 ലക്ഷത്തിന്റെ വർധനവാണ് വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ഇതിൽ പറയുന്ന രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ശതമാനക്കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുകയാണ്. അതായത് ഈ മഹാരാഷ്ട്ര ഇലക്ഷന് ഏകദേശം 5-5:30 മണിയായ സമയത്ത് വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 58%. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു 2% അല്ലെങ്കിൽ 2.5%, 3% ഒക്കെ നോർമലി വർധനവ് ഉണ്ടാവും. ഏതൊരു ഇലക്ഷൻ ആണെങ്കിലും സ്വാഭാവികമായിട്ടും അത് അവസാനമുള്ള ഒരു തള്ളിക്കയറ്റത്തിന്റെ ഫലമായിട്ട് നോർമലി ഒരു 2%, 3% ഒക്കെ വോട്ടിന്റെ വർധനവ്, ശതമാനത്തിന്റെ വർധനവ് ഉണ്ടാവും. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 5 മണിക്ക് 5:30 മണിക്ക് 58% മാത്രം ഉണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനം ഒറ്റയടിക്ക് കുത്തനെ 67%-ലേക്ക് ഉയർന്നു. സാധാരണ രീതിയിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് ഇലക്ഷന്റെ പെർസെൻറ്റേജ് പുറത്തു വിടുന്ന സമയത്ത് എങ്ങനെ പോയാലും കൃത്യം ഏകദേശം ഒരു 7-7:30 ആകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടുള്ള ഇലക്ഷന്റെ പെർസെൻറ്റേജ് പുറത്തു വിടലുണ്ട്. പക്ഷേ മഹാരാഷ്ട്ര ഇലക്ഷനിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇലക്ഷന്റെ സമയത്ത് 58% ഏകദേശം മാധ്യമങ്ങളിലൊക്കെ വന്നതിന് ശേഷം, ഔദ്യോഗിക വെബ്സൈറ്റിൽ അടക്കം വന്നതിന് ശേഷം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അടക്കം 58% വന്നതിന് ശേഷം വെറും 2 മണിക്കൂർ കൊണ്ട് ഏകദേശം 9% വോട്ട്, അതായത് മഹാരാഷ്ട്രയിലെ ജനസംഖ്യ അനുപാതത്തിൽ നോക്കുകയാണെങ്കിൽ 80 ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ വെറും 1 മണിക്കൂർ 1.5 മണിക്കൂർ ഗ്യാപ്പിൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെ മാക്സിമം എത്ര പോയാലും 1 മണിക്കൂർ കൊണ്ട് ഒരു വോട്ട് ചെയ്യാൻ മിനിമം 2 മിനിറ്റ് വേണ്ട ഒരാൾക്ക് ചെയ്യാൻ. 1 മണിക്കൂർ കൊണ്ട് ഏറിപ്പോയാൽ 60 മുതൽ 75 വോട്ട് വരെ ചെയ്യാൻ കഴിയും. നമുക്കെന്നെ അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ ഒരു വോട്ട് ഒരു ബൂത്തിൽ ഏകദേശം 100-400-300 ആൾക്കാരുള്ള ബൂത്തിൽ ഏകദേശം എത്ര സമയം കൊണ്ടാണ് വോട്ട് ചെയ്ത് തീരാറുള്ളത് എന്നുള്ളത്. ആ സ്ഥാനത്താണ് ഏകദേശം 1 മണിക്കൂർ ഗ്യാപ്പിൽ, അല്ലെങ്കിൽ 1.5 മണിക്കൂർ മാക്സിമം, അല്ലെങ്കിൽ 2 മണിക്കൂർ കൂട്ടിക്കോ, എന്നാലും കൂടെ ഇത്രത്തോളം വോട്ടുകൾ ചേർക്കാൻ പറ്റില്ല എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അധികമായി വന്ന വോട്ടുകളെല്ലാം അധികമായി വന്ന ഏകദേശം 80 ലക്ഷത്തോളം വരുന്ന ഈ വോട്ടുകളെല്ലാം വെറും 12,000 ബൂത്തുകളിൽ മാത്രമാണ് അധികരിച്ച് കാണുന്നത്. അതായത് ഈ പറയപ്പെട്ട അത് കൃത്യമായിട്ട് ഞാൻ വായിച്ചു തരാം. അതായത് മഹാരാഷ്ട്രയിൽ ഏകദേശം 1 ലക്ഷം പോളിംഗ് ബൂത്തുകളുണ്ട്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ BJP മോശം പ്രകടനം കാഴ്ചവെച്ച 85 മണ്ഡലങ്ങളിൽ ഏകദേശം 85 മണ്ഡലങ്ങളിലെ 12,000 ബൂത്തുകളിൽ മാത്രമാണ് അധികമായി ചേർത്ത വോട്ടർമാരിൽ ഭൂരിഭാഗവും വോട്ട് ചെയ്തത്.
അതായത് വൈകുന്നേരം 5 മണിക്ക് ശേഷം ഓരോ ബൂത്തിലും ശരാശരി 600-ലധികം വോട്ടർമാരെത്തി. ഓരോ വോട്ടർമാർക്കും വോട്ട് ചെയ്യാൻ ഒരു മിനിറ്റ് കണക്കാക്കിയാൽ പോലും വോട്ടെടുപ്പ് 10 മണിക്കൂർ നീട്ടേണ്ടി വരും. മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു മണിക്കൂറിൽ മാക്സിമം പോയാൽ 60 മുതൽ 75 വരെ വോട്ടാണ്. ആ സ്ഥലത്താണ് ഒരു മണിക്കൂറിൽ ശരാശരി 600-ലധികം വോട്ടുകൾ ചെയ്യപ്പെട്ടത്. അപ്പോൾ അത് മാത്രമല്ല, ഈ പറയപ്പെട്ട 85 സീറ്റുകളിൽ ഏകദേശം 95% സീറ്റുകളും പിന്നെ BJP ജയിക്കുകയും ചെയ്തു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ, യുവജനങ്ങൾക്ക് പ്രത്യേക പിന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഉത്സാഹം വന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പറഞ്ഞ സമയത്ത് കൊടുത്ത ഉത്തരം. ഇതിന് ഉദാഹരണമായിട്ട് രാഹുൽ ഗാന്ധി പറയുന്നത് മഹാരാഷ്ട്രയിലുള്ള കാംതി എന്ന് പറഞ്ഞ മണ്ഡലമാണ്. അപ്പോൾ ഇവിടെ 2024 ലോക്സഭാ ഇലക്ഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 1,36,000 വോട്ടുകൾ ആയിരുന്നു ലഭിച്ചത്. അതേസമയം BJPക്ക് ഉണ്ടായിരുന്നത് 1,19,000 വോട്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത 2024 നിയമസഭാ ഇലക്ഷനിലും കോൺഗ്രസിന്റെ വോട്ട് 1,34,000, അതായത് വെറും 2,000 വോട്ടിന്റെ മാത്രം കുറവേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ BJPന്റെ വോട്ടിൽ ഗണ്യമായ വർധനവുണ്ടായി. ഏകദേശം 56,000 വോട്ടിന്റെ വർധനവ് BJPന്റെ വോട്ടിൽ മാത്രം ഉണ്ടായി. മൊത്തം പോൾ ചെയ്ത വോട്ടിൽ 1,70,75,000 വോട്ട് പിന്നെ BJPക്ക് കൂടുതലായി. പിന്നെ പുതുതായി ചേർത്ത 35,000 വോട്ടുകൾ മാത്രമാണ് ഈ മണ്ഡലത്തിലുള്ളത്. എന്നിട്ടും കൂടെ പിന്നെ ഏകദേശം 56,000 വോട്ടുകൾ BJPക്ക് അധികമായി വന്നു. വെറും 2,000 വോട്ട് മാത്രമാണ് കോൺഗ്രസിന് കുറഞ്ഞത്. 35,000 വോട്ടുകൾ മാത്രമാണ് പുതുതായി ചേർത്തത്. എന്നിട്ടും അതായത് ഈ പുതുതായി ചേർത്ത വോട്ടുകളിൽ എങ്ങനെ നോക്കിയാലും അവിടുത്തെ ഒരു കോൺഗ്രസിന്റെ ശക്തി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ആ 35,000-ൽ ഒരു 10,000 വോട്ടെങ്കിലും കോൺഗ്രസിന് വീഴണ്ടേ. അപ്പോൾ ആ 35,000-ന്റെ പുറമെ കൂടുതലുള്ള 20,000 അടക്കം 21,000 അടക്കം 56,000 വോട്ടുകളാണ് BJPക്ക് അധികം കിട്ടിയത്. ഇതെവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരം പല രീതിയിലും ഇങ്ങനെ പിന്നെ എന്തൊക്കെ രീതിയിൽ ഈ മഹാരാഷ്ട്രയിൽ കള്ളത്തരങ്ങൾ കാണിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ, അതായത് ഇലക്ഷൻ കമ്മീഷൻ അവർ തന്നെ നിശ്ചയിച്ചു. പിന്നെ വോട്ടർ പട്ടികയിൽ പിന്നെ അനധികൃതമായിട്ട് ആളുകളെ എഴുതി ചേർത്തു. പിന്നെ വോട്ടിംഗ് ശതമാനത്തിൽ കള്ളത്തരം കാണിച്ചു. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ രീതിയിലും ഇവർ ചെയ്തിട്ടും ഇലക്ഷൻ കമ്മീഷന്റെ അടുത്ത് പിന്നെ രാഹുൽ ഗാന്ധി രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ലോക്സഭാ ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലുമുള്ള വോട്ടർ പട്ടിക ഫോട്ടോ സഹിതം പുറത്തുവിടാൻ. രണ്ടാമത്തെ കാര്യം, ഈ പറയപ്പെട്ട പിന്നെ എല്ലായിടത്തുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ. ഈ രണ്ടും പിന്നെ ഞൊടിന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊന്നും നാഷണൽ മീഡിയാസ് ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത്രത്തോളം എന്തെല്ലാം രീതിയിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ബീഹാർ ഇലക്ഷനാണ്. ഇവിടെ ഇനി എന്തൊക്കെ തരത്തിലുള്ള കള്ളത്തരങ്ങൾ NDA അടങ്ങുന്ന BJP അടങ്ങുന്ന NDA മുന്നണി പിന്നെ പുറത്തെടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ കാര്യം പറയാൻ കാരണം ജസ്റ്റ് ഇത്തരമൊരു കാര്യം കണ്ട സമയത്ത് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഒരുപാട് ഇലക്ഷനുകൾ ഇനിയും വരാണ്ട്. ജനാധിപത്യം എത്രത്തോളം നമ്മുടെ ഇന്ത്യയിൽ പിന്നെ ഹനിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ജനാധിപത്യത്തിനെ കുഴിച്ചു മൂടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.